ടി ജലീൽ പറഞ്ഞിരുന്നു, ഹിന്ദുക്കൾക്ക് ധാർമ്മിക പഠനങ്ങൾ ഇല്ലെങ്കിൽ പോലും അവർ ഇതിൽ ഈ ഒരു വിഷയത്തിൽ അവർ പിന്നോക്കമാണ്. കാര്യം അവർ ഈ പറയുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതപഠനമില്ലാത്ത ഹിന്ദുക്കളാണ് കുറച്ച് ഭേദപ്പെട്ട രീതിയിൽ നിൽക്കുന്നതെന്നാണ് കെ ടി ജലീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോദ്യം, അതായത് മതപഠനമോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള പഠനങ്ങളോ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടും ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്നില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ തന്നെ അത് മുടക്കാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള പരാതികളുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിക്കോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘങ്ങൾക്കോ ധീരമായ ഒരു ചുവടുവയ്പ് എല്ലായിടത്തും നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡ് നമ്മുടെ രൂപീകരിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനും അതേപോലെ ആർ ശങ്കറും ഒക്കെയായിരുന്നു അതിൻ്റെ മെമ്പർമാർ. അവരന്ന് മുന്നോട്ട് വച്ചത്, അവർ ശ്രമിച്ചത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി മതപാഠശാലകൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു. വ്യാപകമായിട്ട് മതപാഠശാലകൾ അവർ ആരംഭിച്ചു. ഹിന്ദു വിദ്യാർത്ഥികളെ, യുവാക്കളെ ആ മതപാഠശാലകളിൽ എത്തിച്ച് അവർക്ക് മതവിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അത് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കും. അതിനുവേണ്ട എല്ലാ പിന്തുണയും സഹായവും അവർ ചെയ്തിരുന്നു. അവർക്ക് ശേഷം പിന്നീട് ദേവസ്വം ബോർഡ് ഭരണാധികാരികളായി വന്നവർ, അവർ തികച്ചും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി വന്നവരാണ്. അവർക്ക് രാഷ്ട്രീയക്കാരോടും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മാത്രമേ കൂറുണ്ടായിരുന്നുള്ളൂ. മറിച്ച് ഈ ക്ഷേത്ര സംസ്കാരം, ക്ഷേത്രത്തിന് അധികരിച്ചുകൊണ്ടുള്ള ഒരു ധാർമ്മിക ബോധം ഹിന്ദുക്കൾക്ക് ഉണ്ടാവണം എന്ന ചിന്തയൊന്നും അവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് പതിയെ പതിയെ ഈ മതപാഠശാലകളെ നിഷ്ക്രിയമാക്കുകയും അത് പല ക്ഷേത്രങ്ങളിലും നാമമാത്രമായി തീരുകയും ചെയ്തു. ഇപ്പോൾ മതപാഠശാലകളുടെ ഫണ്ട് പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും. അത് വകമാറ്റി ചിലവഴിക്കാറാണ് പതിവ്. അതിനുവേണ്ടി ഒരു ഫണ്ടൊക്കെ ഉണ്ട്. 10 ലക്ഷം രൂപ എന്നോ 25 ലക്ഷം രൂപ എന്നോ ഒക്കെ ഫണ്ടിൽ നീക്കി വയ്ക്കും, ചിലവാക്കില്ല. പക്ഷേ നമ്മുടെ ഭാഗ്യവശാൽ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാലയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന പണം പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അത് വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നും ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ആ ഫണ്ട് വേറൊരു തരത്തിൽ വിനിയോഗിക്കാൻ പറ്റില്ല. ആ ഫണ്ടിനെ അവിടെ ഫ്രീസ് ചെയ്യപ്പെട്ട് അവിടെ കിടക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ട് ഉണ്ട് മതപാഠശാലകൾക്ക് വേണ്ടി. പക്ഷേ ഈ ഭരിക്കുന്നവർക്ക് ഈ ഒരു താല്പര്യമില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ദേവസ്വം ബോർഡിൽ? ഇപ്പോൾ സംഭവിക്കുന്നത് ദേവസ്വം ബോർഡിൽ ഭക്തജനങ്ങളെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഒരു ഉപദേശക സമിതി രൂപീകരണം പോലും ബുദ്ധിമുട്ടാണിപ്പോൾ. കാരണം ഉപദേശക സമിതി അംഗങ്ങളാവണമെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലും വേണ്ട. പക്ഷേ ഉപദേശക സമിതി അംഗമാകാൻ, ഉപദേശക സമിതി അംഗത്തെ തിരഞ്ഞെടുക്കാൻ വരുന്ന ആളുകൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷയയെ പോയിട്ട് 1000 രൂപയോളം ചിലവാക്കണം. ആരാണ് അതിന് തയ്യാറാവുക? അപ്പോൾ ഉപദേശക സമിതികൾ ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യം ദേവസ്വം ബോർഡിനുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ ഈ ക്ഷേത്രത്തിലെ കൊള്ളയും കൊള്ളിവെപ്പും മോഷണവും അന്യാധീനപ്പെടലും മറ്റു പല കാര്യങ്ങളും ഒക്കെ ഭക്തജനങ്ങൾ അറിയാതെ സൂക്ഷിക്കാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നയം തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തന്മാരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ഷേത്ര ഉപദേശക സമിതികൾ സജീവമായിക്കൊണ്ട് ഈ മതപാഠശാലകൾ സജീവമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. ഓരോ ഉപദേശക സമിതികൾക്കും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മതപാഠശാല വേണം, അവിടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം എന്ന നിലയ്ക്ക് അതിന് ഫണ്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഉപദേശക സമിതികൾ സജീവമാക്കുക, ആ ഉപദേശക സമിതികളിലൂടെ മതപാഠശാലകൾ സജീവമാക്കി നടത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ബോധവൽക്കരണം നടക്കുക, അതിനുവേണ്ടി സർക്കാരും ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്.